കാണുന്നതിനുണ്ടായ അവസരം കൊണ്ട് ഇരുവശങ്ങളിലൂടെ മുന്നോട്ട് മുൻവശത്തുള്ള ഇരു പാതകളിലൂടെയും പുറത്തേക്ക് കടന്നുകൊണ്ടതായി Namo Madam Navare
ഞങ്ങളുടെ മൃതദേഹം കാണേണമേ. നിൽമാക്യമുനീക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടത് ഈ കർത്തൃദാസി വിനോദയുടെ വിവാഹം എന്നുള്ള നിലയിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ തൻ്റെ ഈ ജീവിതത്തിലുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ഇവിടെ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ ഇടവകയുടെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ അനുശോചനം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇടവകയുടെ ട്രസ്റ്റി മാനേജിംഗ് കമ്മിറ്റികൾ ചേർന്ന് മനുഷ്യത്തിൽ റീത്ത് സമർപ്പിക്കും. കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിന്നെ
എന്റെ ലോക ജീവിതത്തിൽ അന്ത്യമില്ലെന്നറിഞ്ഞില്ല. എന്റെ അന്ത്യയാത്രയിൽ നന്നോർത്തതുമില്ല. എന്റെ ബന്ധുമിത്രങ്ങളോടൊന്നും ചോർന്നില്ല. എന്റെ ലോക ജീവിതത്തിൽ അന്ത്യമില്ലെന്നറിഞ്ഞില്ല. എന്റെ അന്ത്യയാത്രയിൽ നന്നോർത്തതുമില്ല. എന്റെ ബന്ധുമിത്രങ്ങളോടൊന്നും ചോർന്നില്ല. രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ഭീകരമായി സ്ഥിതിയെ ലവലേശം നിഹച്ചില്ല. ദൈവമേ, നിന്റെ കൃപയൊന്നു മാത്രമാണ് ആശ്രയം. രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ഭീകരമായി സ്ഥിതിയെ ലവലേശം നിഹച്ചില്ല. ദൈവമേ, നിന്റെ കൃപയൊന്നു മാത്രമാണ് ആശ്രയം. ധനവും പ്രതാപവും പ്രഭാവവും ആജ്ഞാബലവും മരണത്തിൻ മുമ്പിൽ വേറും ശൂന്യമായി. കർത്തൃസന്നിധിയതൊന്നു മാത്രമാലംബം. ധനവും പ്രതാപവും പ്രഭാവവും ആജ്ഞാബലവും മരണത്തിൻ മുമ്പിൽ വേറും ശൂന്യമായി. കർത്തൃസന്നിധിയതൊന്നു മാത്രമാലംബം. ഇന്നലെ ഞാൻ എന്റെ പേർക്കായി കരുതിയ സകലതും ഇന്നെനിക്കു പ്രയോജനശൂന്യമായി. കഷ്ടം അവിടേനും അതുപോലെ നോക്കുവേ. ഇന്നലെ ഞാൻ എന്റെ പേർക്കായി കരുതിയ സകലതും ഇന്നെനിക്കു പ്രയോജനശൂന്യമായി. കഷ്ടം അവിടേനും അതുപോലെ നോക്കുവേ. മരണത്തിൻ പടവിലിരുന്നു ഞാൻ കണ്ടിടുന്നയ്യോ ഉലകത്തിൻ കെടുതികൾ. ദൈവമേ, നരജന്മമോർത്തും നെടുവിപ്പിടുന്നയ്യോ. മരണത്തിൻ പടവിലിരുന്നു ഞാൻ കണ്ടിടുന്നയ്യോ ഉലകത്തിൻ കെടുതികൾ. ദൈവമേ, നരജന്മമോർത്തും നെടുവിപ്പിടുന്നയ്യോ. സുന്ദരമായി കരുതുന്ന പൂവൽമേനി ഒരു ദിനം മണ്ണിനുള്ളിൽ മറയുമ്പോൾ കേവലം കൃമി കീടബാധ ഏറ്റു മണ്ണായി തീർന്നിടോ. സുന്ദരമായി കരുതുന്ന പൂവൽമേനി ഒരു ദിനം മണ്ണിനുള്ളിൽ മറയുമ്പോൾ കേവലം കൃമി കീടബാധ ഏറ്റു മണ്ണായി തീർന്നിടോ. ശോഭയേറും നാട്ടിൽ ദിവ്യ രക്ഷകനോടൊത്തു നമ്മൾ മോദമോടെ വാണിടുവാനാത്മാവേ ശുദ്ധി കൈവരുത്ത ഇഹലോകയോർക്കഥ. ശോഭയേറും നാട്ടിൽ ദിവ്യ രക്ഷകനോടൊത്തു നമ്മൾ മോദമോടെ വാണിടുവാനാത്മാവേ ശുദ്ധി കൈവരുത്ത ഇഹലോകയോർക്കഥ. ഖേദമോടെ പറയുന്ന നിങ്ങളെന്നെ സമയിക്കും മാടകേടും അലങ്കാരമേതുമേ എനിക്കു നൽകിയിടം പരലോകവാസത്തിൽ. ഖേദമോടെ പറയുന്ന നിങ്ങളെന്നെ സമയിക്കും മാടകേടും അലങ്കാരമേ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ പറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധ ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാകണമേ. സകലത്തിന്റെയും സൃഷ്ടാവ്
സൃഷ്ടിശക്തികളുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിൽ മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലൂടെ പ്രത്യാശയോടെ വാങ്ങിപ്പോയിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവരും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിന് ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായോണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരം നിന്റെ വലത്തുഭാഗത്ത് നിന്നുള്ള നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്നുചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ മലോഹാനിലോൽമി Subhanallah,
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിനന്ദനായ ഇവാനിയോസ് മനസ്സുകൊണ്ട് എല്ലാ വൈദിക ശ്രേഷ്ഠരെ, എല്ലാ പ്രിയപ്പെട്ടവരുമേ, പഴയകടം ശോശാമ എന്ന ഈ കർത്തൃദാസി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ട് നമ്മിൽ നിന്ന് ഈ മധ്യപ്രായത്തിൽ വേർപിരിഞ്ഞു പോയി എന്നുള്ളത് ഈ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടു. ഇവിടെ പറയുകയാണ്, കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ മരണമാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് കൃത്യമായി നമ്മളിപ്പോൾ നമ്മുടെ പ്രിയമുള്ള വൈദിക ശ്രേഷ്ഠരെ ചൊല്ലിക്കേട്ടു. അപ്പോൾ നിന്റെ കൽപ്പന പ്രകാരമാണ് ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നത് എന്ന് നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ കർത്താവിന് ഇഷ്ടപ്പെട്ട സമയത്താണ് എന്നുള്ളത് ഏറ്റവും വ്യക്തമായി എക്സ്പ്ലിസിറ്റ് ടേംസിലാണ് ഈ പ്രാർത്ഥനകളിലെ പിതാക്കന്മാരെ ഹോളി സ്പിരിറ്റ് ഫീൽഡായിട്ട് പറയുന്നതാണ് ഈ പ്രാർത്ഥനകളെല്ലാം. അപ്പോൾ അത് ഈ ലോകത്ത് നിന്ന് അർത്ഥത്തിൽ കർത്താവിനെ വേർതിരിഞ്ഞു മറ്റെല്ലാ പ്രാർത്ഥനകളും. അതുപോലെ എവങ്കേലിയോൻ, പരിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനം എല്ലാത്തിലും പറയുന്നത് മിശിഹായിൽ മരിച്ചവർ ഉത്ഥാനം ചെയ്തിരിക്കും. പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കൃത്യമായിട്ട് പറയുകയാണ്, മരിച്ചവർ ഉത്ഥാനം ചെയ്യും. ഇനിയും ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, ദൈവജനത്തിൽ എഴുതുന്നാണല്ലോ ഈ ലേഖനങ്ങളൊക്കെ, ഈ മരിച്ചവർ ഉത്ഥാനം ചെയ്യുന്നില്ല, ഈ ലോകത്തിലെ ശാരീരിക വേർപാടോടുകൂടി എല്ലാം തീരുകയാണെങ്കിൽ നിങ്ങളതിനെ മറ്റൊരു വിധത്തിൽ ന്യായീകരിക്കേണ്ട, നിങ്ങൾ അവരോട് ഇത് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു മനുഷ്യൻ ശാരീരികമായി ലോകത്ത് നിന്ന് വേർപെട്ടിട്ട് ഉയർത്തുന്നില്ലെങ്കിൽ
കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് നിങ്ങൾ അവരോട് പറയുക. ഇങ്ങനെ തന്നെ അവരുടെ പുസ്തകത്തിൽ പറയുന്ന തിരുവചനം പറയും. കാരണം കർത്താവായ യേശു തമ്പുരാൻ ക്രൂശിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും സകല ജഡവും ശാരീരികമായ വേർപാടിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ തിരിച്ചു. ഇത് തന്നെയാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെയാ വ്യക്തമാക്കും? ക്രൈസ്തവനായി ജനിച്ച ഒരുവനും പറയുകയില്ല, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനും സാധിക്കുകയില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അന്ന് ആ കാൽവറിയുടെ ഉയരങ്ങളിൽ മരിച്ചു, അവിടെ അടക്കപ്പെട്ടു, ഒരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയാൻ കഴിയാത്തതുപോലെ മരിച്ചവരും ശാരീരികമായി മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് പറയാനാണ്. പിന്നെ വീണ്ടും ഒരു വാക്കുകൂടെ പറയുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന് മാത്രമേ അതിന്റെ അർത്ഥം, അതിന്റെ പൂർണ്ണതയിൽ ദൈവം മാത്രം അറിയുന്നു. അവര് യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാം ജീവനോടെ എടുക്കപ്പെടും. കർത്താവ് വരുമ്പോൾ ഈ ഭൂമിയിൽ ആരോഗ്യ ജീവിച്ചിരിക്കുമ്പോൾ അവരെല്ലാം ജീവനോടെ എടുക്കപ്പെടും. മറ്റുള്ളവരെ അതിനു മുമ്പ് അവരും കർത്താവിനോടുകൂടെ കല്ലറയിൽ അടക്കപ്പെട്ടവരും എടുക്കും. പക്ഷെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, രൂപാന്തരപ്പെടുമെന്നാണ്. മനുഷ്യൻ രൂപാന്തരപ്പെടും. അത് ഏത് ടു വാട്ട് എക്സ്റ്റെന്റ് ആ ഉണ്ടാകുന്ന രൂപാന്തരം എന്നുള്ളത് കൃത്യമായി നമുക്കറിയില്ല. ഈ ശരീരം രൂപാന്തരപ്പെടുമെന്ന് കൃത്യമായി പറയുന്നു. മറ്റൊരു തിരുവചന ഭാഗം പറയുന്നു, നാം ആരും നിദ്ര പ്രാപിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരിശുദ്ധ ശ്രീക പരിശുദ്ധാത്മാവിൽ പറയുക. ആ നിദ്ര എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുന്ന നിദ്രയാണെന്ന് ആരും പറയുകയില്ലല്ലോ. കാരണം നാം ആരും നിദ്ര പ്രാപിക്കുകയില്ല എന്ന് പറയുന്നത് ഉറക്കത്തെ, സാധാരണ മനുഷ്യന്റെ ഉറക്കത്തെ കുറിച്ചിട്ട്. അപ്പോൾ ശാരീരികമായ വേർപാട്. ആ അർത്ഥത്തിൽ നാം ആരും നിദ്ര പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മരണമില്ല. നമ്മൾ എന്നേക്കും എവർലാസ്റ്റിംഗ് ലൈഫാണ് നമുക്കുള്ളത്. കർത്താവിൽ നമ്മൾ സമർപ്പിച്ച് അവന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് ജീവിച്ച് ആ യേശു തമ്പുരാനെ കർത്താവിന്റെ രക്ഷകനുമാണ് നമ്മുടെ നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞിരിക്കുന്നിടത്തോളം നാം ഒരിക്കൽ പോലും നമുക്ക് തുടർന്നുള്ളതായ ജീവിതം എന്നേക്കുമുള്ള ജീവിതമാണ്. അതുകൊണ്ട് ശോശാമെന്ന് വിളിക്കപ്പെട്ട ഈ കർത്തൃദാസി പഴയകളും കുടുംബനാഥയായ മകളെ നമുക്കെല്ലാവർക്കും നിത്യജീവന് വേണ്ടി ആ കർത്താവിനുദ്ദേശിച്ചു ആ രൂപാന്തരീകരണത്തിന് വേണ്ടി തമ്പുരാനായ കർത്താവിനോടുകൂടെ എന്നും ജീവിക്കാനായി നമുക്ക് സമർപ്പിക്കാം. ഞാൻ ഓർക്കട്ടെ, ഈ കുടുംബനാഥനായ മകൻ തോമസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഗ്രാൻഡായ സ്റ്റുഡൻസ് അസോസിയേഷന്റെ അന്ന് ഏറ്റവും ജൂനിയറായിട്ട് ആ കൂട്ടത്തിലെ കമ്മിറ്റികളിലൊക്കെ ഞാനും മറ്റ് തോമസ് ഉൾപ്പെടെയുള്ള മറ്റ് സീനിയർ മെമ്പേഴ്സുമായി അന്ന് മുതലുള്ള ഒരു പ്രത്യേകമായ സ്നേഹ ബന്ധങ്ങളാണ് തോമസിനോട് ഉള്ളത്. അനേക വർഷങ്ങൾ എന്ന് വിദേശത്തായിരുന്നപ്പോഴും അവധിക്ക് വന്നാൽ ചിങ്ങവലത്ത് സെമിനാരിയിൽ വരികയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നു. മക്കള് 3 പേര് അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കട്ടെ. പ്രത്യേകിച്ച് ആ മക്കള് അവർ 2 പേര്, ആൺമക്കൾ അവർ 2 കുഞ്ഞുങ്ങൾ. എത്രയും സ്നേഹവും സന്തോഷവും അനുഭവവും ഈ കാലഘട്ടം അത്രയും ഉള്ളതും ഞാൻ ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഓർക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഈ കർത്തൃദാസിക്ക് നൽകട്ടെ. വലിയൊരു വാക്കുകൂടെ പറയട്ടെ, എത്രമാത്രം സമർപ്പിതരായ ഈ കുടുംബാംഗങ്ങൾ ഈ മകളെ ശുശ്രൂഷിച്ചു എന്നുള്ളത് ഞാൻ ഭവനം സന്ദർശിക്കുന്ന സമയത്ത് നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള ബലഹീനതകളുള്ളപ്പോൾ ഒരമ്മ തന്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ, ശൈശവത്തിൽ നോക്കുന്നത് പോലെ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ശാരീരികമായ ക്ഷീണത്തിന്റെ, തളർച്ചയുടെ, പ്രയാസങ്ങളുടെ അവസരത്തിൽ ഈ കുടുംബാംഗങ്ങൾ പരിചരിച്ചു, പരിപാലിച്ചു എന്നുള്ളത് ഏറ്റവും ദൈവത്തിൽ സമർപ്പിച്ചു പറയട്ടെ. അതെല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്ക് അവരുടെ ആ ദുഃഖത്തില്, സങ്കടത്തില്, കണ്ണുനീരില് ദൈവം ആശ്വസിപ്പിക്കട്ടെ. അതുപോലെ പഴയകളും കുടുംബം, മറ്റ് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പോലെ തലമുറകളായി കാലാകാലങ്ങളിൽ ഈ നമ്മുടെ ഇടവകയ്ക്ക് ജ്ഞാനായ അധിപതിരാസനത്തിന്
പല തലങ്ങളിലെ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചിട്ടുള്ളത് ഞാൻ ഓർമ്മയുണ്ട്. തോമസിന്റെ സഹോദരൻ മാത്തുക്കുട്ടി എന്ന കർത്തൃദാസൻ ഏതോ ഒരു കാര്യമുണ്ടെങ്കിലും ഞങ്ങളുടെ മേൽപ്പട്ടക്കാര് പട്ടക്കാരെയൊക്കെ ആ നിമിഷം തന്നെ ആ വിവരങ്ങൾ അറിയിക്കുന്നതിൽ അത്ര ജാഗരൂകരാണ് എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനത് ഓർക്കുന്നു. പ്രിയപ്പെട്ട ഈ കുടുംബത്തിലെ മക്കള് 3 പേര് ഈ കുടുംബങ്ങളിൽ. പ്രവീൺ, ഞാൻ അദ്ദേഹത്തെ ഓർക്കട്ടെ. ഇന്ന് അബുദാബിയിലേക്ക് കടന്നു ചെന്നാൽ, ജ്ഞാനായ പള്ളിയിൽ ചെന്നാൽ ഈ പ്രവീൺ വഴി എത്ര ആളുകൾക്ക് പല വിധത്തിലുള്ള നന്മകളെ ജോലി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അതും ഞാൻ പറയേണ്ടതിൻ്റെ കടമയാണ്. എത്ര കുടുംബങ്ങളെ അദ്ദേഹം നാടൻ ഭാഷ പറഞ്ഞാൽ കരകയറ്റിയിട്ടുണ്ട് എന്നുള്ളത് അത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവർക്ക് അവരൊരു സ്ഥാനത്തായി കഴിഞ്ഞപ്പോൾ മറ്റ് സാധാരണ മനുഷ്യരെ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെ മറന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ്. പല ആളുകളും അങ്ങനെയല്ല, തൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ എന്നായി കഴിയുമ്പോൾ പിന്നെ മറ്റൊന്നും വിഷയമില്ല. എന്നാൽ അങ്ങനെ താനിക്ക് കിട്ടിയ അനുകൂല സാഹചര്യങ്ങള് അത് മറ്റുള്ളവർക്ക് തന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിന് കുറെ സ്ട്രെയിൻ പെയിൻ എടുത്താണെങ്കിലും സഹായിക്കാമെന്ന് വിചാരിക്കുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. നമുക്കറിയാം. അങ്ങനെയുള്ളത് പ്രവീണ് വഴികളിൽ ഞാൻ അബുദാബിയിലായിരിക്കുന്ന അവസരത്തിൽ നേരിട്ട് അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞ് അറിയാവുന്നു, അല്ലാതെ എനിക്കറിയാം. എല്ലാം ഓർക്കട്ടെ, ഈ കുടുംബത്തിലൊക്കെ ഓർക്കട്ടെ, എല്ലാം അനുഗ്രഹത്തിനായി നമുക്കൊക്കെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമീനായി ഈ വായുവേലി ഏറ്റവും അടുത്തുള്ള ഇവര് നെയ്ബേഴ്സാണ്. ഇരുവേലി ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ, വളരെ രാത്രിയിലാണ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും തിരുവല്ലായിൽ നിന്ന് ഞങ്ങൾ 2 പേരും മടങ്ങിപ്പോയത്. മറ്റൊരു സഭയിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് അതിനുശേഷം അവയുടെ തിരുവനന്തപുരം പ്രാതിയിൽ നിന്ന് രാവിലെ തന്നെ എത്തിച്ചേർന്നത്. മറ്റ് എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും ഓർക്കട്ടെ. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഈ കർത്തൃദാസിയോട് നമുക്കിതിൽ കൂടുതൽ മറ്റൊന്നും കേൾക്കാനില്ല. കണ്ടാലും വിശ്വസ്തയായ മകളെ, ലോകാരംഭ മുതൽ ഞാൻ നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരുവീനുള്ള ശബ്ദം ഈ മകളും കേൾക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മലങ്കര സുറിയാനിക്കനായ തിരുവദ്രാസനത്തിന്റെ സമൂഹത്തിന്റെ അനുശോചനം നിങ്ങളെല്ലാവരോടും ചേർന്ന് അറിയിക്കുന്നു. ആയത് ശുദ്ധീമതിയായ അമ്മയുടെയും മോർഗീയുടെയും സഹതായുടെയും മഹാബലിയ മധ്യസ്ഥതയാൽ തന്നെ